വൈകുന്നേരം ചായക്ക് കട്ടൻ ചായക്കൊപ്പം ചൂടോടെ കഴിക്കാൻ പറ്റുന്ന മരിച്ചിനി കൊണ്ടുള്ള ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഇതിൻ്റെ പേരാണ് മരിച്ചിനി മയക്കുക എന്ന് പറയുന്നത്. ശരിക്കും ഇത് തിരുവനന്തപുരത്ത് ഭീമാവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ വീടുകളിലെ ഉമ്മമാർ ചെയ്യുന്ന ഒരു വിഭവമാണ് കേട്ടോ. അവരിതിനെ മരിച്ചിനെ മയക്കുക എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് മരിച്ചിനെ ഇളക്കുക എന്നാണ് അതുകൊണ്ടുള്ള മീനിങ് അതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വേവുള്ള മരിച്ചിനി എടുത്തിട്ടുണ്ട്. മരിച്ചിനി എന്ന് പറയുന്നത് കപ്പ. ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി 2 വെള്ളത്തിൽ ഊറ്റി കഴുകിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തു. വേവിച്ചിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ വേണ്ടത് മീനാണ് കേട്ടോ. മീൻ നമുക്ക് എല്ലാ തരത്തിലുള്ള മീനും എടുക്കാം. വലിയ കഷ്ണമുള്ള മീൻ എടുക്കാം. ചെറിയ പൊടി മീനുകൾ, കാരപ്പൊടി, പിന്നെ ചാള, നത്തോലി, അങ്ങനെ എല്ലാത്തരം മീനും എടുക്കാം. ഞാനിവിടെ ചാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം എനിക്കിതിൻ്റെ മുള്ള് കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞിനൊന്നും കഴിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ ഇത് മുള്ള് നീക്കം ചെയ്തിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല മുള്ള് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ മീന നമുക്ക് അല്ലാതെ നേരിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിതിൻ്റെ മുള്ള് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മരിച്ചിനി അവിച്ച പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് 2 വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മീൻ കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് അതിലെ മുള്ള് ഞാൻ ഊരിയെടുത്തിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. മുള്ള് കഴിക്കുന്നവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് മരിച്ചിനിയുടെ മുകളിൽ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം മീൻ വെച്ച് കൊടുക്കാം. മുള്ളോടുകൂടി മീൻ വയ്ക്കാം. ചെറിയ ടൈപ്പ് എല്ലാ മീനും ഉപയോഗിക്കാം. വലിയ മീൻ ചൂരയൊക്കെ നമുക്കിതിൽ പൊടിച്ചിടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങയും 5-6 കഷ്ണം ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മുടെ എരിവിന് ആവശ്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം ഈ മീനും മരിച്ചിനിയും ഇട്ട് അതിൻ്റെ പുറത്ത് അരപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മീനിൻ്റെ കൂട്ടൊന്ന് വെന്തതിന് ശേഷം ഈ മരിച്ചിനിയും മീനും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കേട്ടോ മയക്കുക എന്നുള്ളത്. ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ച് ചേർത്ത് എടുക്കാം. അപ്പോൾ ചെറിയ മുള്ളൊക്കെ ഉള്ള മീനാണെങ്കിൽ ഇതിലെല്ലാം നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ വീടിനകം മൊത്തം നല്ലൊരു സൂപ്പർ വെറൈറ്റി മണമാണ് കേട്ടോ നിറഞ്ഞിരിക്കുന്നത്, മരിച്ചിനിയുടെയും മീനിൻ്റെയൊക്കെ. പക്ഷേ മരിച്ചിനി മീൻ നമ്മൾ സെപ്പറേറ്റ് വയ്ക്കുന്നത് പോലുള്ള ഒരു മണമല്ല, ഇത് വേറൊരു മണവും ഒരു ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. എല്ലാവരും മരിച്ചിനിയും മീനും ഒക്കെ വാങ്ങാറുണ്ടല്ലോ. ഇതെല്ലാം ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്ത്, പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് നല്ല ചൂട് കട്ടൻ ചായയും ഇതുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കറിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. താങ്ക്